ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ ഓസ്ലറാണ്. അപ്പം അവസാനം വരുന്ന സെക്കൻഡ് പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ല, ഏറ്റവും കൂടുതൽ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നുകൂടെ അടുത്ത് എന്തെന്ന് കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഇതുണ്ട്. ഓസ്ലറിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, പ്രേക്ഷകർ ത്രില്ലടിപ്പിക്കുന്ന അടുത്തത് ഈ സെക്കൻഡ് പാർട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഇനി ഓസ്ലർ 2 വരുമ്പോൾ അജിനേട്ടന് ആ കഥാപാത്രത്തെ വേറൊരു മുഖമായിരിക്കും കാണാറുള്ളത്. അവന്റെ എക്സൈറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ചെയ്യുന്ന സമയത്ത് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അപ്പൊ അതില് നീ ആയിരിക്കും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ല ലാസ്റ്റ് ക്ലൈമാക്സിൽ. അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാ ഇപ്പം എഴുതിയൊക്കെ വരുമ്പോ അവന് വേണ്ട വേറെ ആളാക്കാൻ നടക്കിടയില്ലേ. അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചു ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചുണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായിരിക്കും. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്, ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്നു. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്തത് ഒരു ക്യാരക്ടർ ഓസ്ലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം ബാക്കിയെല്ലാവരും 3 ദിവസം 4 ദിവസം പതുക്കെ ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതിയിൽ സമയമില്ല. അപ്പുറം ട്രാക്കിലാവുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പോൾ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ട് കിട്ടി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്. എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു കഥ ഒത്തു വന്ന ക്യാരക്ടർ അതിന് രീതിക്ക് വന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി അഭിലാഷ് ചേട്ടനും ചേട്ടനും പിന്നെ അല്ല ചേട്ടനെ വിളിച്ച് ഓൾറെഡി ഒരു കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പൊ അതിൽ വന്ന് കഥ കേട്ടു, ഈ ഒരു ജസ്റ്റ് 1 ലൈനിൽ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ക്യാരക്ടർ ഇതാണ് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഇങ്ങനത്തെ ഒരു അമ്മ മകൻ ചെറിയൊരു ഫാന്റസി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതൊരു ത്രില്ലർ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും, പുതിയൊരു രീതിയാണല്ലോ, പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് മെത്തേഡാണ് ഈ പടത്തില്. ഈ ആനന്ദ് ശ്രീബാലയുടെ ആനന്ദായിട്ട് ഭയങ്കര ലോ പേസിൽ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോഴാണ് പറഞ്ഞാൽ അത് നന്നായി വന്നിട്ടുണ്ട്. കാരണം പടം കണ്ടവർക്കറിയാം അമ്മയുടെ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോൾ അതെപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ ലോ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാം പറയാൻ കുഴപ്പമില്ല, പടങ്ങളൊക്കെ ചെയ്തത് കുഴപ്പമില്ല. നമ്മളെല്ലാ പടവും ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിക്ക് തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങൾ ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ വേറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം തീർക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നത്. നമുക്ക് അറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കാം. അപ്പൊ ഇത് ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ചേച്ചി പറഞ്ഞ പോലെ 3 ദിവസം ഓടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്.